എൻ്റെ വൈഫ് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള സ്വന്തമായിട്ട് ഒരു ഒറ്റയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാണ്. ഞാൻ അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളാണ്. കാരണം ഞാൻ എൻ്റെ വൈഫിൻ്റെ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ്. അവൾക്ക് വളരെ ഒരു ഓർമ്മ വെക്കുന്ന ആ കാലത്തിൽ തന്നെ മരിച്ചു പോയതാണ്. അപ്പോൾ ആ ഒരു ഫാമിലി വളർന്നു വന്നത് എൻ്റെ അമ്മയും അങ്ങനെ തന്നെയാണ്. എൻ്റെ അമ്മയുടെയും വളരെ ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചു പോയതാണ്. അപ്പം ഇവർ അത് കടന്നു വരുന്നത്, അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് പറയുകയാണെങ്കിൽ അവൾ സെൽഫ് ലേൺഡാണ്. ലൈഫിലുണ്ടാകുന്ന ഓരോ സ്ട്രഗിൾസിൽ നിന്നും അമ്മയും 2 പെൺമക്കളും ഒക്കെ ഒറ്റയ്ക്ക് നേടി വന്ന ആളുകളാണ്. അപ്പം അത് ഞാൻ അവളെ പ്രണയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തത് അവളുടെ ഭംഗിയോ അല്ലെങ്കിൽ അവളുടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അവളൊരു സ്വന്തമായിട്ട് സെൽഫ് ഏൺ ചെയ്ത് വന്നൊരു പെൺകുട്ടി എന്ന് പറയുന്നൊരു റെസ്പെക്റ്റ് എനിക്ക് അവളോടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഞാൻ ഇപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പലപ്പോഴും അവളുടെ പറയും, ഞാൻ നിന്നെ പ്രണയിച്ച് കല്യാണം കഴിച്ചത് നീ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്ന അപ്പം നീ അത് അങ്ങനെ എന്തെങ്കിലും ജോലികളിലേക്ക് നീ തീരുമാനിക്കാൻ പറ്റും പറഞ്ഞാൽ ഭയങ്കര ഇൻസ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എന്നെ നോട്ടം നോക്കും, ഇപ്പം നോക്കിയ പോലെ. അപ്പം പക്ഷേ എനിക്കത് ഭയങ്കര റെസ്പെക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇപ്പം എല്ലാവരും ചിലപ്പോൾ ഒരുപക്ഷെ സൗദി വെള്ളക്കേളത്ത് ആ ഉമ്മയായിരിക്കും ഞാൻ എഴുതിയിരിക്കുന്ന ഏറ്റവും സ്ട്രോങ് ലേഡി എന്നെല്ലാം പറയുമായിരിക്കും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എഴുതിയിരിക്കുന്നതിൽ ഏറ്റവും സ്ട്രോങ് ലേഡി എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ജാവയിലെ അൽഫോൺസ് എന്ന മമിത ബൈജു ചെയ്ത ക്യാരക്ടറാണ്. പക്ഷെ അതെല്ലാവരും അതൊരു തേപ്പ് എന്ന് പറഞ്ഞ അണ്ടർലൈനിൽ അതിനെ അങ്ങനെ കാണാനാണ് ആ സിനിമയിൽ എല്ലാവരും അതിനെ. പക്ഷേ ഞാൻ കാണുന്നത് സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അയർലൻഡിൽ പോയി ജോലി ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രണയത്തിനുമൊക്കെ അപ്പുറത്തേക്ക് ഒരു കുടുംബത്തിനെ നോക്കണം, അല്ലെങ്കിൽ ഞാൻ സെൽഫ് ഏൺ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന പെൺകുട്ടീനെ. പക്ഷേ നമ്മുടെ ഓഡിയൻസ് അങ്ങനെയാണ് കാണാൻ ആഗ്രഹിച്ചത്. എനിക്കിഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെയാണ് ജാവയിലെ ധന്യ വിനായകൻ്റെ വൈഫായിട്ട് ചെയ്ത ക്യാരക്ടർ. അത് ആ സിനിമയിൽ എല്ലാവരും വിമർശിച്ചൊരു കാര്യമുണ്ട്, ആ കുട്ടീനെ കൊണ്ടൊരു ഡയലോഗുകൾ പോലും പറയിച്ചില്ല, ഭയങ്കര സൈലൻ്റ് ആയിട്ട് നിർത്തി. പക്ഷെ ഞാൻ പറയുന്നത് അത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മൗനമാണ്. അത് ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് അവിടെ ഒന്ന് ബബ്ബ എന്ന് കരേണ്ട കാര്യമൊന്നുമില്ല. അത് ആ പെൺകുട്ടി അവിടെ ഇരിക്കുമ്പം ഞാൻ കൊടുക്കുന്ന നറേറ്റീവ് മൊത്തം നീ ചെയ്തിട്ടില്ല, നിൻ്റെ അല്ല എന്ന്, ആ വീഡിയോ നിൻ്റെ അല്ല എന്ന് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അറിയാം. അപ്പം നീ അതിനെ ഒരിക്കലും അവിടെ വന്ന് കരയാൻ നിൽക്കരുത്. പോലീസ് ഓഫീസിന് മുന്നിൽ സാറേ എന്നെ രക്ഷിക്കണമേ എന്ന് പറയാനേ നിൽക്കരുത്. ബി സ്ട്രോങ്. നിൻ്റെ കൂടെ എൻ്റെ ഭർത്താവുണ്ട്, അയാൾ സംസാരിച്ചോളൂ നിനക്ക് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള റൈറ്റിങ്സുകളുണ്ട്. ഈ പറയുന്ന പോലെ സൗദിയിലും ഉണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ.